3 മണിക്കൂർ എനിക്ക് അവിടെ തന്നെ ചിരിയായിരുന്ന ആൾക്കാര് അമ്മാതിരി അപരാധം ഉണ്ട് ഇതിനകത്ത് അപരാധം. ഇത് അതാണ് സംഭവം, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് പോയി സെക്കൻഡ് ഹാഫ് ആകുമ്പോ തീർന്നു, പടം തീർന്നു. പുഷ്പയായിട്ടൊന്നും കമ്പയർ ചെയ്ത് വിലകളയില്ല പ്ലീസ്. ഞാൻ നോവൽ സത്യം വായിച്ചിട്ടില്ല. നോവൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. സത്യം 3 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ ഒരു ചൈതന്യം പറയുന്നൊരു സംഭവം ഉണ്ട്, പീക്ക് ലെവൽ സാധനം. അയ്യോ മിനി പുഷ്പയാണോ? മിനി പുഷ്പല്ലടാ. ഫസ്റ്റ് ഹാഫ് പുഷ്പമായിരുന്നു, സെക്കൻഡ് ഹാഫ് തീട്ടം കൊണ്ടുള്ള ആറാട്ടായിരുന്നു. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഉച്ചയ്ക്ക് പക്ഷെ നോപ്പാട്. നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ പോലെ ഒരു ഈഗോ ക്ലാഷ് അല്ല, സച്ചിയുടെ വിലകളാണ്. സച്ചി ഇതൊരു സത്യം പറഞ്ഞ തീട്ടപ്പടം, സ്പോയിലറാണ്, പടം കണ്ടവർക്ക് മനസ്സിലാവും. തീട്ടപ്പടം എന്തിന് സച്ചിയുടെ പേരിലോട്ട് വലിച്ചഴിച്ചെന്നാണ്. നെഗറ്റീവായിട്ട് എന്ത് തോന്നിയത്? മ്യൂസിക് മാത്രമേ കൊള്ളാം, ബാക്കിയെല്ലാം എന്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെ, പക്ഷെ പാവ സച്ചിനെ നശിപ്പിച്ച് കളഞ്ഞ്. ഒരു ഡ്രാമ ആയി പോയതാണോ? ഒന്നുമല്ല, തീട്ടക്കഥ, അതാണ് സംഭവം. സ്പോയിലറാണ്, അതാണ് സംഭവം. നോവലില് അതാണല്ലോ. അല്ല, ഇത് അതാണ് സംഭവം, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് പോയി സെക്കൻഡ് ഹാഫ് ആകുമ്പോ തീർന്നു, പടം തീർന്നു. എനിക്ക് പേഴ്സണലി ഈ പടം കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് തോന്നി. സോ ആ മെയിൽ ഈഗോ ട്രോപ്പൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് കണക്ട് വെൽ. അതും വളരെ മീഡിയോക്കർ ആയിട്ടാണ് തോന്നിയത്. നമ്മൾ നോവൽ വായിച്ചവർക്കും ആ ഒരു എക്സ്പീരിയൻസ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേസിന്റെ പ്രോബ്ലം അതാണ്. ലൈക്ക് ബുക്ക് വായിക്കുന്നവർക്ക് ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് നോട്ട് നെസസറിലി മൂവിയിൽ കിട്ടിയെന്ന് വരില്ല. ഇനി എന്റെ ഒരു ചാനലുണ്ട് 100% ലിറ്ററസി, ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയാം. നായിക തോപ്പിച്ചോളൂ, അതല്ലേ പറഞ്ഞ നായിക. ആ പിന്നെ അവളെ കിട്ടിയായിട്ട് തിമിർത്തായിട്ട് അവളെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ആരും കയറാത്ത മലയിൽ ലാലേട്ടൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഭ്രമരത്തിൽ ലാലേട്ടൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ടാക്സി ഡ്രൈവർമാർക്ക് അഭിമാനിക്കാം, പൃഥ്വിരാജ് വലിയൊരു കുന്നിന്റെ കരിങ്കലുള്ള മലയിൽ ജീപ്പൊടിച്ചറിയണേ. 3 മണിക്കൂർ നായിക കണ്ടോണ്ടിരിക്കാം. നായികനെ ഫ്രണ്ട് ഇരുത്തിയല്ലേ പൃഥ്വിരാജ് വണ്ടി ഓടിക്കണം, അതല്ലേ ബിൽഡപ്പ്. അതാണ് പറയുന്നത്. ഡബിൾ മോഹനെ ചന്ദന മരം കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് അവസാനം ചന്ദന എവിടെയെന്ന് ചോദിക്കാൻ പൃഥ്വിരാജ് കരഞ്ഞ അവസാനം നിന്നെ കൊന്നുകളയെന്ന് പറയുമ്പോൾ അവളെ ക്യാരി ഒരു കെട്ടിപിടി പഠിക്കാം. ഡബിൾ മോഹനെ ഒതുങ്ങി. അതായത് അയ്യപ്പന് ശബരിമലയാണെങ്കിൽ പൃഥ്വിരാജിന് ചൈതന്യമലയാണ്. അതാണ്